ഇന്നത്തെ ഈ ഒരു മാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തത് ഹൂ ഈസ് ദ സെറ്റ് പീസ് കോച്ച് ഓഫ് ആർസനൽ എന്നാണ്. അതിന് എനിക്ക് കിട്ടിയ ഉത്തരം നിക്കോളാസ് ജോവർ എന്നാണ്. ഈ ഒരു മനുഷ്യൻ ഇതിനു മുന്നേ പ്രീമിയർ ലീഗിൽ ബ്രെൻഫോർഡിൻ്റെ സെറ്റ് പീസ് കോച്ചായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് അവിടുന്ന് സിറ്റിയിലോട്ട് പെപ്പ് ഗോഡിയോള ഈ മനുഷ്യനെ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ സിറ്റിയിൽ സെറ്റ് പീസ് കോച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ആർട്ടേറ്റ അവിടുന്ന് ഇങ്ങോട്ട് ഈ ഒരു എന്നാ പറയുന്നത് നമ്മുടെ ആർസനലിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആർസനലിൻ്റെ സെറ്റ് പീസ് കോച്ചായിരുന്നു ആൻഡ്രയാസ് ജോർസൺ. നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ, അതായത് ഈ സീസണിൽ മാൻ യുണൈറ്റഡിനെ ജോയിൻ ചെയ്ത സെറ്റ് പീസ് കോച്ചാണ് നമ്മുടെ ഇപ്പോഴത്തെ സെറ്റ് പീസ് കോച്ചാണ് ആൻഡ്രയാസ് ജോർസൺ. അപ്പോൾ ആ ഒരു ആൻഡ്രയാസ് ജോർസൺ ആ ഒരു സമയത്ത് ആർസനലിൽ ഇന്ന് പോയി. അപ്പം പുള്ളിയുടെ റീപ്ലേസ്മെൻ്റായിട്ട് ആർട്ടേറ്റ മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് പൊക്കിയ ഒരു മനുഷ്യനാണ് ഈ ഒരു നിക്കോളാസ് ജോവർ. അപ്പോൾ നിക്കോളാസ് ജോവർ ഏകദേശം 2021 എൻ്റെ ഒരു അറിവനുസരിച്ച് ആർസനലിനെ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സീസണിൽ പെട്ടെന്ന് ഇപ്പോഴത്തെ ഈ ഒരു സീസണിൽ പെട്ടെന്ന് വന്നിട്ട് ആർസനലിനെ സെറ്റ് പീസസിൽ ഭയങ്കര പുലികളാക്കി മാറ്റിയതല്ല പുള്ളി ഗ്രാജുവലി ആ 2021 വന്നിട്ട് 2-3 സീസണിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താണ് പയ്യെ ആർസനലിനെ ഈ ഒരു രീതിയിൽ സെറ്റ് പീസസിൻ്റെ രാജാവാക്കി മാറ്റിയിരിക്കുന്നത്. ശരിക്കും സെറ്റ് പീസുകളിൽ ഇതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടീമിനെ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആർസനലിനെ സംബന്ധിച്ച് അവർക്ക് ഓപ്പൺ പ്ലേയിൽ ഗോൾ അടിക്കേണ്ട ആവശ്യമില്ല. അവർ ഇതുപോലെ സെറ്റ് പീസസിൽ ക്ലിനിക്കൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പൺ പ്ലേയുടെ ആവശ്യമില്ല. അവർക്കറിയാം സെറ്റ് പീസ് അല്ലെങ്കിൽ കോർണേഴ്സ് വഴങ്ങിയാൽ മതി. മാൻ യുണൈറ്റഡിന് അഗൻസ്റ്റ് ആയിട്ട് കോർണേഴ്സ് വിൻ ചെയ്യുക, സെറ്റ് പീസസ് വിൻ ചെയ്യുക, ഫ്രീ കിക്സ് വിൻ ചെയ്യുക, അപ്പം അങ്ങനെ അറ്റാക്ക് ചെയ്യുക, ഗോൾ വരും എന്ന് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാച്ച് നോക്കിയാൽ നമ്മൾ ആ ഒരു ഓപ്പൺ പ്ലേ വഴി ആർസനൽ അത്ര ത്രെട്ടല്ലായിരുന്നു. ആർസനൽ അറ്റാക്ക് ചെയ്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആർസനൽ കൺവിൻസിംഗ് ആയിട്ട് യുണൈറ്റഡ് ഡിഫൻസിനെ ഓപ്പൺ ചെയ്തെടുത്തത് ശരിക്കും 2 ഗോൾ ആർസനൽ ഈ ഒരു സെറ്റ് പീസ് വഴി സ്കോർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. എന്നാലും ആർസനലിൻ്റെ 3-ാമത്തെ മിനിറ്റിൽ തന്നെ അവർക്ക് 1-0 ഫ്രണ്ടിൽ വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒനാനയുടെ മിസ് പാസ്, മാർട്ടിനെല്ലി ഓഫ് സൈഡ് അല്ലായിരുന്നെങ്കിൽ അത് ഗോളടിച്ച് ആദ്യമേ 3-ാമത്തെ മിനിറ്റിലെ മുന്നിൽ വന്നല്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഹാഫ്, യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഹാഫ് കുറച്ചുകൂടി ഇമ്പ്രസീവ് ആയിരുന്നു. ഗെയിം 2 ടീമിൻ്റെയും ഗെയിം നോക്കിയാൽ യുണൈറ്റഡ് ആയിരുന്നു കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഇമ്പ്രസീവ്. കാരണം നമുക്ക് റൂബൻ അമോറിമിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, റൂബൻ അമോറിം ആർസനലിൻ്റെ ആ ഒരു പ്രഷർ ഇൻവൈറ്റ് ചെയ്ത് ആ ഒരു പ്രഷറിന് എഗൻസ്റ്റ് ആയിട്ട് പാറ്റേൺസ് കളിച്ച് ബോൾ മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ ഫൈനൽ തേർഡിൽ എത്തുമ്പോഴത്തേന് നമ്മൾ പൊസഷൻ ലൂസ് ചെയ്യും. അത് ഇന്നത്തെ മാച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റൂബൻ അമോറിം കുറച്ച് ആൾക്കാർക്ക് കഴിഞ്ഞ മാച്ചിലെ അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത് ഗോളുകളൊക്കെ സ്കോർ ചെയ്ത റാഷ്ഫോർഡ്, അമാദ്, അതുപോലെ തന്നെ സെർക്സി, ഇപ്പോൾ ഈ 3 പേർക്കും പുള്ളി റെസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ പ്ലേയേഴ്സിനൊക്കെ റെസ്റ്റ് ചെയ്യാൻ കാരണം പുള്ളി എനിക്ക് തോന്നുന്നു സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒന്നാമത്തെ കാര്യം യുണൈറ്റഡിൽ ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ പ്ലേയേഴ്സിനും പ്രോപ്പറായിട്ട് മിനിറ്റ്സ് കൊടുത്ത് ആ ഒരു ഇഞ്ചുറി ഇഷ്യൂസ് മാനേജ് ചെയ്യാനുള്ള ശ്രമമാണ് റൂബൻ അമോറിം നടത്തുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ എല്ലാ പ്ലേയേഴ്സിനും ഈക്വലായിട്ട് ചാൻസ് കിട്ടണം. ആ ഒരു സ്ക്വാഡിനെ അനലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് ചാൻസ് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ക്വാഡിനെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇന്ന് നമ്മുടെ സ്ക്വാഡ് നോക്കിയാൽ ഇന്ന് സെർക്സിക്ക് പകരം ഹോയിലൻഡ് സ്ട്രൈക്കറായിട്ട് വന്നു. ലെഫ്റ്റ് സൈഡഡ് ഇൻറ്റീരിയറായിട്ട് ഗർനാച്ചോ വന്നു. റൈറ്റ് സൈഡഡ് ഇൻറ്റീരിയറായിട്ട് നമ്മുടെ മേസൺ മൗണ്ട്, ബ്രൂണോ ഡീപ്പർ റോളിൽ നമ്പർ 8 റോളിൽ ഉഗാർത്തയുടെ കൂട്ടത്തിൽ കളിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ നമ്മുടെ ഈ ഒരു ബ്രൂണോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ നമ്മുടെ ഗർനാച്ചോ ഈ 2 പ്ലേയേഴ്സും മത്സരിച്ച് പൊസഷൻ ലൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ മേസൺ മൗണ്ടിൻ്റെ കാര്യത്തിൽ മേസൺ മൗണ്ട് ഗെയിമിൽ ഒട്ടും മേസൺ മൗണ്ടിനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ആ ഒരു മാച്ച് കണ്ടപ്പോൾ തന്നെ മേസൺ മൗണ്ടിനെ ഒന്നും കാണാനില്ല. ഹോയിലൻഡിൻ്റെ റൺസിനെ ഫൈൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ഹോയിലൻഡിന് വേണ്ടി ക്രോസസോ അപ്പോൾ അങ്ങനെ ചാൻസസ് നമ്മൾ ഇന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മുടെ വേറൊരു പ്രശ്നം. അപ്പം നമ്മുടെ എക്സ്ജിയും അവരുടെ എക്സ്ജിയും തമ്മിൽ നോക്കിയോ, നമ്മുടെ എക്സ്ജി എന്ന് പറയുന്നത് 0.33 ആണ് യുണൈറ്റഡിൻ്റെ ഇന്നത്തെ എക്സ്ജി. അതുപോലെ ആർസനലിൻ്റെ എക്സ്ജി നോക്കിയാൽ 2 മുകളിലാണ്. അപ്പം ഗെയിം ശരിക്കും ആർസനൽ ആ ഒരു ഇൻറ്റൻസിറ്റിയും അല്ലെങ്കിൽ ആർസനൽ മര്യാദയ്ക്ക് കളിച്ച് തുടങ്ങിയത് സെക്കൻഡ് ഹാഫിൽ ആർസനൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരുടെ ആ ഒരു തനി നിറം അവർ പുറത്തെടുത്തു. അപ്പം നമ്മൾ ചാൻസസും കാര്യങ്ങളും നമ്മൾ ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ റൂബൻ അമോറിം സെക്കൻഡ് ഹാഫിൽ അമാദിനെ കൊണ്ടുവന്നു
എന്തെന്ന് പറഞ്ഞാലും ഇവർ ഈ ഒരു സെറ്റ് പീസ് വഴി ഗോളുകൾ ഇങ്ങനെ തുടരെ അടിച്ച് അവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് സകലതും നഷ്ടപ്പെട്ടു. പിന്നെ റാഷ്ഫോർഡ് വന്നാലും സിർക്സി വന്നാലും ഇവരെയൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഒന്നും ഇവിടെ നടന്നില്ല. നമ്മൾ കണ്ടല്ലോ ദുരന്തമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ ദുരന്തം ആയി മാറി. അപ്പം ശരിക്കും ഇമ്മാരുടെ ഈ ഒരു കളിയൊക്കെ കണ്ടിട്ട് റൂബൻ അമോറിം തലേ കൈ വെച്ച് ശരിക്കും പുള്ളിയുടെ മോഹം ശ്രദ്ധിച്ചോ, ശരിക്കും കരയുന്ന പോലെ എനിക്ക് തോന്നി. ഇന്നത്തെ മാച്ചിലാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് ഫുൾ മാച്ച് കളിച്ച പ്ലേയേഴ്സിലായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് മസ്റാവി ഡിലിറ്റ് അങ്ങനത്തെ 1-2 പ്ലേയേഴ്സേ ഉള്ളൂ മര്യാദയ്ക്ക് കളിച്ചത്. ബ്രൂണോ ഈ ഒരു നമ്പർ 8 റോളിൽ ഞാൻ ഇനി മേലെ പറയത്തില്ല ബ്രൂണോ നമ്പർ 8 റോളിൽ വരണമെന്ന്. എൻ്റെ പൊന്നെ, മാച്ച് കഴിഞ്ഞപ്പോഴും റൂബൻ അമോറിം ഏറ്റവും ആദ്യം ഓടിച്ചെന്നത് മസ്റാവിയുടെ അടുത്താണ്. കാരണം പുള്ളിക്കറിയാം ആ മനുഷ്യൻ അങ്ങനത്തെ കുറച്ച് പ്ലേയേഴ്സേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്കായിട്ട് കളിക്കാം, റൈറ്റ് സൈഡായിട്ട് കളിക്കാം, സെക്കൻഡ് ഹാഫിൽ റൈറ്റ് സൈഡ് വിങ് ബാക്കായിട്ട് കളിക്കാം. അപ്പം എല്ലാ സ്ഥലത്തും പുള്ളി ഒരേ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടുന്ന ഒരു പ്ലെയറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയറിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ബാക്കി ടീം എനിക്കറിയത്തില്ല, ഈ ടീമിനെയും കൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും. ഈ ടീമിൽ ഒത്തിരി വർക്ക് ചെയ്യാനുണ്ട്. കുറേ എണ്ണത്തിനെ പാഴുകളെല്ലാം എടുത്ത് കളയണം. ഞാൻ പറഞ്ഞ റാഷ്ഫോർഡ് ഇന്നത്തെ മാച്ചിൽ എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലോ. സെർക്സിയാ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മാച്ചിൽ ആർസണലിന് 13 കോർണറാവളെ, നമുക്ക് 0. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഓവറോൾ ഗെയിം നോക്കി നമ്മൾ ഏകദേശം ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം ആയപ്പോഴാണ് നമുക്ക് 1-2 ടച്ച് ഓപ്പോസിഷൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വന്നത്. നമ്മൾ പൊസഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ബോൾ മര്യാദയ്ക്ക് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, പാറ്റേൺസൊക്കെ കളിച്ച് മൂവൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ തേർഡിലെ ആ ഒരു പെനിട്രേഷനും കാര്യങ്ങളും ഇല്ലാത്തതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഹാഫിലെ ഏറ്റവും വലിയ പ്രശ്നം. സെക്കൻഡ് ഹാഫ് ആയപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, തീർന്നു. ആർസണൽ നമ്മളെ കൊല വിളിച്ചു. എന്താണെങ്കിലും ആർസണൽ എന്ന് പറയുന്ന ടീമും നമ്മുടെ ടീമും തമ്മിൽ ശരിക്കും ആർട്ടേറ്റ ഇത്രയും വർഷമായിട്ട് ബിൽഡ് ചെയ്ത ഒരു ടീമാണ്. നമ്മുടെ ടീമിനെയും ആർസണലിൻ്റെ ടീമിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിപ്പോഴും എന്നാ പറയുന്നത്, ഒന്നേന്ന് തുടങ്ങേണ്ട ഒരു സ്ഥിതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം സമയം 4:22, മാച്ച് കണ്ട് കിളി പോയി ഇരിക്കുകയാണ്. ഇനി ഉറക്കം വരുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. അപ്പം ഗൈസ് കാണാം, ബൈ.